അതെ, കാർത്തിക തന്നെ. എന്റെ ദേവുവിനെ ചതിച്ച് കൊല്ലാൻ ശ്രമിച്ചതും ആ കള്ള കല്യാണത്തിന് വേണ്ടിയായിരുന്നു. എന്റെ ആത്മാവിന്റെയും ജീവന്റെയും പാതിയായ ദേവുവിനെ ചതിച്ചു കൊല്ലാൻ ശ്രമിച്ചവളുടെ കഴുത്തിലാണമ്മേ ഞാൻ താലി കെട്ടിയത്. എന്റെ ദേവുവിന്റെ ചോര പുരണ്ട കൈകളിലേക്കാ ഞാൻ കല്യാണപ്പുടവ വെച്ചു കൊടുത്തത്. തമ്പുരാമഠത്തിൽ സൂര്യനാരായണൻ ഒരു വിഡ്ഢിയാണെന്ന് കരുതി ആ കാർത്തിക വിധിച്ചിട്ടുണ്ട് അവൾക്കുള്ള ശിക്ഷ ഞാൻ. അയ്യോ ഭഗവാനെ, കാർത്തികയോ, ഇന്നിവിടെ ഒരു ശവം വീഴുമല്ലോ. എന്താടോ സീതാരാമ, ഒരു അങ്കലാപ്പൻ ചുറ്റിക്കളിയൊക്കെ? ഒന്നുമില്ല. ഇല്ലെങ്കിൽ തനിക്ക് കൊള്ളാം. എന്റെ ഭഗവാനെ, ഇനി എന്തൊക്കെയാണാവോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? കാത്തു രക്ഷിക്കണേ. എന്താ ബേബി, ഒന്നും പറയാതെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? ഫോൺ വിളിച്ചിട്ട് എടുത്തതുമില്ല. വാ ബേബി, നമുക്ക് പോവാം. എവിടേക്ക്? നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീടോ? അത് നിന്റെ വീട്. സൂര്യനാരായണന്റെ വീട് ഇതാണ്, തമ്പുരാൻ മഠം. ഇപ്പോ എവിടുന്ന് വന്നു ഈ ബോധോദയം? ഇന്നലെ വരെ ഇല്ലാത്തൊരു തിരിച്ചറിവ്. ഓ, മനസ്സിലായി. ബുദ്ധി ഉപദേശിച്ചു തന്നത് ആരാണെന്ന്. ഈ സ്ത്രീ ഒരു വിഷം. ഇവരുമായി അധികം സമ്പർക്കം വേണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ. എനിക്ക് മനസ്സിലാവുന്നില്ല, ദേവു മരിച്ചിട്ടും ഇവരെന്തിനാ ഇവിടെ ഇങ്ങനെ അട്ടിപ്പേറ് കിടക്കുന്നതെന്ന്. ജീവിക്കാൻ ഗതിയില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓഫനേജിലേക്ക് ഡിസ്പോസ് ചെയ്യണം. എല്ലാ വീട്ടിലും ഉണ്ട് പ്രായമായ ആൾക്കാര്. അവരെ കൊണ്ടൊന്നും ഇതുപോലുള്ള ശല്യമില്ല. സ്വന്തം മക്കളെ പോലും ഡിസ്റ്റർബ് ചെയ്യാതെ അവരൊക്കെ എവിടെയെങ്കിലും മാറി താമസിക്കുക ചെയ്യാറ്. ഇതാണെങ്കിൽ മകളെ കെട്ടിച്ചു വിട്ട വീട്ടിൽ, അതും അവളുടെ മരണം കഴിഞ്ഞ്. ഒഴിയാ ബാധ പോലെ പിന്നെയും കൂടിയിരിക്കുക. ശവം. ഇതാദ്യമല്ല നീ എന്നെ അടിക്കുന്നേ. പക്ഷെ അതിനെല്ലാം ഒരു കാരണം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അന്നൊന്നും നിന്റെ ഭാര്യയായിരുന്നില്ല ഞാൻ. താലി കെട്ടിയ പെണ്ണിന്റെ കവിളത്താ നീ കൈവച്ചത്. അതും ഈ വൃത്തികെട്ട സ്ത്രീക്ക് വേണ്ടി. സൂര്യനാരായണൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കാർത്തികേ. ഇത് വെറും സാമ്പിൾ. എങ്കി ഈ കാർത്തിക അങ്ങ് തുടങ്ങട്ടെ സൂര്യ. സൂര്യനാരായണൻ കാർത്തികയുടെ കഴുത്തിൽ കെട്ടിയ താലി വെറും ഒരു ആഭരണം മാത്രം. ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഒരു അവകാശവും സ്നേഹവും കിട്ടിയിട്ടില്ല എനിക്ക്. പൂർണ്ണ മനസ്സോടെ അല്ല സൂര്യൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഈ കല്യാണത്തിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്, നിങ്ങൾ അറിയാത്ത രഹസ്യം. പറഞ്ഞു കൊടുത്തേക്കട്ടെ സൂര്യ ഞാൻ. നീ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. എങ്കിൽ കേട്ടോ, ചെവി തുറന്നു കേട്ടോ. നിങ്ങൾ മകനെ പോലെ സ്നേഹിക്കുന്ന ഈ നിൽക്കുന്ന സൂര്യനാരായണനാണ് നിങ്ങൾ പ്രസവിച്ച് വളർത്തിയ ദേവുവിനെ കൊന്നത്. കോടതിയിൽ അത് സമർത്ഥിക്കാനും ആജീവനാന്തം സൂര്യനെ ജയിലിൽ കിടത്താനുമുള്ള ഫുൾ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു പോലീസിന്റെ കയ്യില്. അത് തേച്ചു മായ്ച്ചു കളഞ്ഞതും വാടക കൊലയാളിയായ ഋഷികേഷിനെ കൊണ്ട് മൊഴി മാറ്റിച്ചതും വിശ്വനാഥ മേനോൻ, എന്റെ ഏട്ടൻ. സൂര്യൻ
തന്നെ താറുമാറാക്കിയ എന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഒരു താലി ചരട് എന്റെ കഴുത്തിൽ കെട്ടുവെന്നായിരുന്നു കരാറ്. കഴിഞ്ഞോ? അതെ, കഥയിൽ കാർത്തിക അറിയാത്ത ചില ട്വിസ്റ്റ് കൂടിയുണ്ട്. ഒരു കാളസർപ്പത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് സൂര്യനാരായണന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നില്ല. എന്റെ ദേവുവിന്റെ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്താനും അവനോ അവൾക്കോ സൂര്യന്റെ കോടതി വിധിക്കുന്ന ശിക്ഷ നടപ്പാക്കി ജയിലിലേക്ക് തന്നെ മടങ്ങിപ്പോകാനുമായിരുന്നു. ഓ, അങ്ങനെയുണ്ടോ ഒരു ട്വിസ്റ്റ്? പക്ഷെ സൂര്യ, ഒരു സംശയം. ഋഷികേശ് അല്ല ദേവുവിനെ കൊന്നത്. അവൻ വെറുമൊരു ആയുധം. ആ ആയുധം പ്രയോഗിച്ച കൈ കണ്ടെത്തണമായിരുന്നു എനിക്ക്. ചെയ്യിപ്പിച്ചതാരാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് പോലീസിനോട്. പണവും സ്വാധീനവും ഉപയോഗിച്ച് എന്റെ ഏട്ടൻ രേഖകളിൽ നിന്ന് നീക്കിയ ആ പേര് തമ്പുരാൻ മഠത്തിൽ സൂര്യനാരായണൻ. നീ പറഞ്ഞ അതേ പണവും സ്വാധീനവും ഉപയോഗിച്ച് ഋഷിയുടെ നാവിലേക്ക് തിരികെ വെച്ചുകൊടുത്ത ആ പേര് എനിക്കറിയാം. അവനൊരു പ്രൊഫഷണലാ. ഇഞ്ചിഞ്ചായി നുറുക്കിയാലും മറ്റൊരു പേര് പറയാൻ പോകുന്നില്ല അവൻ. വാങ്ങിച്ച പണത്തോട് കൂറ് കാണിക്കും. പിന്നെ ആര് കാട്ടിത്തരും സൂര്യ നിനക്ക് ദേവുവിന്റെ കൊലയാളിയെ? ചത്തുമലച്ച ദേവു തന്നെ മുന്നിൽ വന്ന് പറഞ്ഞു തരുമോ? തരും. എന്താ നീ പറഞ്ഞേ? കൊല്ലാൻ ശ്രമിച്ചത് ആരെന്നും മരിച്ചത് ദേവു തന്നെയാണെന്ന് സമർത്ഥിക്കാൻ നാടകമാടിയത് എന്തൊക്കെയാണെന്നും ദേവു തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിനക്കെന്താ ഭ്രാന്തായോ? മരിച്ചു മണ്ണടിഞ്ഞ ദേവു നിന്നോട് ഒന്ന് പറഞ്ഞെന്നോ അവളെ കൊന്നതാരാണെന്ന്? ഇനി ശരിക്കും ഭ്രാന്ത് പിടിക്കാൻ പോകുന്നത് നിനക്കാടി. ദേ അങ്ങോട്ട് നോക്കി. കണ്ടില്ലേ, നീ കൊന്നു തള്ളാൻ ശ്രമിച്ച, ചതിച്ച് ചാരമാക്കാൻ ശ്രമിച്ച എന്റെ ദേവു. പഴമുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാൻ പറ്റില്ലടി. ഇടിച്ചു കളയുന്നത് സത്യത്തെയാണെങ്കിൽ പട്ടടയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും അത്. കുറെ നാളുകളായി കണ്ണീരും വേദനയും മാത്രം തിന്നുന്ന സൂര്യനാരായണനും ദേവുവിനും വേണ്ടി ദൈവം നിശ്ചയിച്ച നിമിഷമായത്. കാർത്തിക, എന്നെ മറന്നിട്ടുണ്ടാവില്ലല്ലോ? സൂര്യചന്ദ്രന്മാർ അസ്തമിച്ചാലും ഭൂമി അതിന്റെ ഭ്രമണം അവസാനിപ്പിച്ചാലും സൂര്യനാരായണനെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. ഞാൻ ഇപ്പോഴും എന്റെ വാക്കുകളിൽ തന്നെ ഉറച്ചു നിൽക്കുക കാർത്തിക.
മരിച്ച് ജീവിച്ചവളാ ഞാൻ. മരണത്തിന്ന് മടങ്ങി വന്നവൾ. ഇനി വിട്ടു തരില്ല ഞാൻ എന്റെ സൂര്യേട്ടനെ. ഇനി എന്റെ ദേവുവിനെ അപകടപ്പെടുത്തിയതിനും ഞാനടക്കം അവളെ സ്നേഹിക്കുന്നവർക്ക് മരണവേദന സമ്മാനിച്ചതിനും സൂര്യനാരായണൻ മനസ്സിൽ നിശ്ചയിച്ചുറപ്പിച്ച ശിക്ഷ അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോ നീ? മോളെ, സൂര്യേട്ടാ, കൊല്ല് സൂര്യ. ഇവൾക്ക് വേണ്ടി നീ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ല്. ചത്തോളാം ഞാൻ. അത് തന്നെയാണ് ഈ ചെയ്യാൻ പോകുന്നത്. സൂര്യേട്ടാ, സൂര്യേട്ടാ, മോനെ, സൂര്യേട്ടാ വേണ്ട. സൂര്യേട്ടാ, ദേവു, നിന്നെ കൊല്ലാൻ ശ്രമിച്ചവളാ ഇവള്. ശപിക്കപ്പെട്ട ആ കൈകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിച്ചവൾ. നിന്നെ കൊന്നു തള്ളിയിട്ട് നിന്റെ സ്ഥാനം അപഹരിക്കാൻ ശ്രമിച്ചവൾ. സൂര്യേട്ടാ, അതെല്ലാം ശരിയാ. പകരത്തിന് പകരം ചെയ്യാൻ എനിക്കിപ്പോ കഴിയും. തമ്പുരാൻ മഠത്തിൽ സൂര്യനാരായണൻ എന്ന വടവൃക്ഷത്തിന്റെ തണലിൽ നിൽക്കുന്ന എനിക്ക് ഇനി ആരെയും ഭയക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ഇപ്പൊ അങ്ങനെ ചെയ്ത പൂമംഗലത്തെ ദൈവവും വിശ്വനാഥന്റെ അനിയത്തി കാർത്തികയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതായി പോവും. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ജീവൻ എടുക്കാനാണ് നീ ശ്രമിച്ചതെങ്കിൽ തെറ്റുകൾ മാത്രം ചെയ്ത നിന്റെ ജീവനും ആയുസ്സും ഞാൻ വിട്ടുതരുക. പക്ഷേ ഈ ജന്മം ഒരിക്കലും നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്നുള്ള ഒരേ ഒരു ഉറപ്പില്. സൂര്യേട്ടാ, പ്ലീസ് സൂര്യേട്ടാ, നമ്മുടെ ജീവിതത്തെ കരുതി, നമ്മുടെ കുഞ്ഞിനെ കരുതിയെങ്കിലും ഇനിയെങ്കിലും കുറച്ചു കാലം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സൂര്യേട്ടാ. ഈ വിഷജന്തുവിനെ കൊന്ന് എന്റെ സൂര്യേട്ടൻ ജയിലിൽ പോയി കിടക്കരുത്. ഒരച്ഛന്റെ കരുതലും കാവലും ഇല്ലാതെ നമ്മുടെ മോൻ വളരണോ സൂര്യേട്ടാ? ഇവളെ വിട്ടുകളയേ സൂര്യേട്ടാ. എന്റെ ദേവു പറഞ്ഞതുകൊണ്ട്, അതുകൊണ്ട് മാത്രം. പക്ഷേ ഇനിയൊരു നിമിഷം എന്റെ കൺമുന്നിൽ ഉണ്ടാകരുത് നീ. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇറങ്ങി പോടി വെളിയില്. പോയി തൊലയ. എന്റെ ദേവുവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നറിഞ്ഞ ശേഷം ഒരു നിമിഷം നീ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് സൂര്യനാരായണൻ നിന്നോട് കാട്ടുന്ന ദയ. നിനക്ക് തിരിച്ചു കിട്ടിയ ജീവനും ജീവിതവും ദേവു നിനക്ക് തന്ന ഭിക്ഷയാ. ഇനി ഒരു വട്ടം കൂടി നീ തമ്പുരാൻ മഠത്തിന്റെ പടി ചവിട്ടിയാൽ ഇത് രണ്ടും വീണ്ടും ഉണ്ടായെന്ന് വരില്ല. മനസ്സിലുണ്ടാവണം മരണം വരെ അത്. വിശ്വനാഥ മേനോന്റെ അനിയത്തി കാർത്തികയ്ക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ടെങ്കിലോ? നീ കാട്ടുന്ന ദയയും ദേവു നൽകുന്ന ഭിക്ഷയും സമാസമം ചേർത്ത് കാർത്തികയ്ക്ക് ജീവിക്കേണ്ട സൂര്യ. കൊന്നേക്കെന്നെ. എടി കൊച്ചേ, എവിടെയെങ്കിലും പോയി ജീവിക്കാൻ നോക്ക് നീ. ലോകത്ത് നീ മാത്രമല്ല ഒരു പെണ്ണ്, എല്ലാവരും ജീവിക്കുന്നുണ്ട് മാനവും മര്യാദയായിട്ട്, അടങ്ങി ഒതുങ്ങി. നിങ്ങൾ പറഞ്ഞത് ശരിയാ. കാർത്തികയ്ക്ക് മാനവും മര്യാദ ഇത്തിരി കുറവാ.
അല്ലെങ്കിൽ ഞാൻ ഇവന്റെ പുറകെ പട്ടിയെ പോലും നടക്കില്ലായിരുന്നല്ലോ. അടക്ക ഒതുക്കവും കാട്ടിയിട്ടില്ലെന്ന് വഴി കാട്ടിത്തരാൻ നിങ്ങളെപ്പോലൊരു അമ്മയുണ്ടായിരുന്നില്ല. പ്രോത്സാഹിപ്പിക്കാനേ ആളുണ്ടായിരുന്നുള്ളൂ. ദേവു നിങ്ങളുടെ മകളായതുകൊണ്ടല്ലേ നിങ്ങൾ അവൾക്ക് വേണ്ടി വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നത്. ഒരു നിമിഷം, ഒരേ ഒരു നിമിഷം എന്നെ നിങ്ങളുടെ മകളുടെ സ്ഥാനത്ത് നിർത്തി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ എവിടെയാ പോയി ജീവിക്കേണ്ടത്? ഇതും കഴുത്തിലിട്ടോണ്ട് എങ്ങോട്ടാ ഞാൻ പോകേണ്ടത്? പറഞ്ഞു താ എനിക്ക്. അതാ സൂര്യ പറഞ്ഞത്, നിന്നോട് എന്നെ കൊന്നേക്കാൻ. കഴുത്തിലെ ഈ താലിയും മനസ്സിലെ ഭാരവും വെച്ച് കാർത്തികയ്ക്ക് ജീവിതം നരകമായിരിക്കും. കൊല്ല നീ എന്നെ. നിനക്കും എനിക്ക് മനക്ലേശം ഇല്ലാതെ പിരിയാം. സൂര്യേട്ടാ, ദേവു, നീ മാറി നിൽക്ക. ഡു ഇറ്റ് സൂര്യ. ഓടി, എവിടെങ്കിലും പോയി തൊലടി. എനിക്കൊരു ജീവിതം തരാൻ നിന്നെ കൊണ്ട് പറ്റില്ല. മരണം യാചിച്ചിട്ട് അതും നിന്നെ കൊണ്ട് തരാൻ പറ്റില്ലേ സൂര്യ? എനിക്കറിയാം സൂര്യ, എപ്പോഴെങ്കിലുമൊക്കെ നീ എന്റെ മരണം ആഗ്രഹിച്ചിട്ടുണ്ട്. നിന്റെ കൈകൾക്ക് അത് നിറവേറ്റാനുള്ള ശക്തി ഇല്ലെങ്കിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി ഞാനത് ചെയ്യാം സൂര്യ. സൂര്യനില്ലാതെ, സൂര്യന്റെ സ്നേഹമില്ലാതെ കാർത്തിക ഉണ്ടാവില്ല ഇനി ഈ ഭൂമിയിൽ. പോ, ഇറങ്ങിപ്പോടി ഈ വീട്ടിൽ നിന്ന്. ഈ ക്ഷോഭം ഭയത്തിന്റെ സൂചനയാണ് സൂര്യ. നീ നിന്നെ തന്നെ ഭയക്കുന്നതിന്റെ തെളിവ്. പക്ഷേ ഇനി നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കറ വേണ്ട. കാർത്തിക നിരുപാധികം ഒഴിഞ്ഞു തരുന്നു നിന്റെ ജീവിതത്തിൽ നിന്ന്. പക്ഷേ ഞാൻ ഈ ഭൂമി വിട്ടു പോയ ശേഷം നീ മനസ്സിലാക്കും സൂര്യ, എന്റെ മരണം ആഗ്രഹിച്ചതുപോലെ എപ്പോഴൊക്കെയോ എനിക്കൊപ്പം ഉള്ള ജീവിതവും ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് നീ ആർത്തലച്ച് കരഞ്ഞാലും തിരിച്ചു വരാൻ ഉണ്ടാവില്ല കാർത്തിക. വാ മോനെ. വാ. അവൾ പറയുന്ന കേട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളെ മാനസികമായി തകർക്കുക മാത്രമാണ് അവളുടെ ലക്ഷ്യം. അവൾ മരിക്കാനൊന്നും പോണില്ല. ഇനി ഇങ്ങനെയൊരു കാരണത്തിന്റെ പേരിൽ അവൾ ജീവൻ അവസാനിപ്പിക്കുകയാണെങ്കിൽ അങ്ങ് പോട്ടേന്ന് വെക്കണം. ഭൂമിക്കൊരു ഭാരെങ്കിലും ഒഴിഞ്ഞു കിട്ടും. മോളെ, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞിട്ടും അമ്മയൊന്നും കാണാൻ തോന്നിയില്ലല്ലോ. അമ്മ, അത് സൂര്യേട്ടന്റെ ജീവൻ എടുക്കുമെന്നാ അവര് ഭീഷണിപ്പെടുത്തിയത്. എനിക്ക് അതിനേക്കാൾ വലുതായിട്ട് വേറെ എന്താ ഉള്ളത്? എന്നിട്ടിപ്പോ അവളെ വിശ്വനാഥന് എന്തെങ്കിലും ചെയ്തോ?
ചെയ്യാൻ പറ്റുമോ അവർക്ക്? നിന്റെ ഭർത്താവ് സൂര്യനാരായണന്റെ മുന്നില് നട്ടെല്ല് നിവർത്തി നിൽക്കാനുള്ള ത്രാണിയുണ്ടോ അവർക്ക്? എനിക്ക് അപ്പോ അതൊന്നും ആലോചിക്കാൻ പറ്റില്ല അമ്മ. സൂര്യേട്ടന്റെ ജീവൻ അപകടത്തിലാന്ന് പറഞ്ഞപ്പോ പിന്നെ ബാക്കിയൊക്കെ ഞാൻ വിവാഹിതയായ ഒരു പെണ്ണ് അവൾക്കൊരു പ്രശ്നം ഉണ്ടായ അതെന്ത് പ്രശ്നം തന്നെ ആയാലും അത് ഭർത്താവിനോട് പങ്കുവെക്കണം മോളെ. പ്രശ്നങ്ങൾ ഇറക്കി വെക്കാൻ അതിനേക്കാൾ നല്ലൊരു അത്താണിയില്ല പെണ്ണിന്. ഇപ്പോ എനിക്കത് മനസ്സിലാവുന്നുണ്ടമ്മ. അല്ല, അച്ഛനെവിടെ അമ്മ?